ഹലോ. ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാലേ എരിവുള്ള സ്നാക്സ് കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ എനിക്ക് മിച്ചർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ്, അതും പയ്യോളി മിച്ചർ. ഇവിടെ അതൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇടയ്ക്കൊക്കെ കടയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു 1.5 കപ്പ് കൊള്ളിപ്പൊടി, 1/2 കപ്പ് കടലമാവ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്തു. പിന്നെ നമുക്ക് പാൻ ചൂടാക്കാം. അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സേവാനാഴി ഉണ്ടല്ലോ, അതിൽ ഇത്തിരി ഹോളുള്ളത്, വലിപ്പമുള്ള ഹോളില്ലേ, അതുള്ള അച്ച് വേണം ഇടാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കറിവേപ്പില വറുത്തെടുക്കാം, പിന്നെ കപ്പലണ്ടി വറുത്തെടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്ക് ഈ മാവ് അതിൽ ചുറ്റിച്ചെടുക്കാം. ഒരുപാട് ആക്കണ്ട, കാരണം വെച്ചാൽ ഇത് വേവ് കറക്റ്റ് ആവില്ലേ. അപ്പോൾ കുറച്ചായിട്ട് നമുക്കത് വറുത്ത് കോരിയെടുക്കാം. അതിന് ശേഷം ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ, ആ കണക്കിന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും, പിന്നെ വറുത്ത കായപ്പൊടിയാണ്, ഞാൻ വീട്ടിൽ തന്നെ വറുത്ത കായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് നല്ല മണമുള്ള കാരണം 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ കണക്കിന് ഈ സേവയിൽ ഇട്ട് കൊടുക്കാം. അത് പൊടിച്ചിട്ടിട്ടാം. അതിൽ പിന്നെ ഈ വറുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. ബൂന്തിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.